കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർജീവമായ പാർട്ടി സംവിധാനത്തെ തിരിച്ചുകൊണ്ടുവരാൻ പുതിയ പരിഷ്കരണങ്ങൾ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ജില്ലാധ്യക്ഷന്മാരുടെ പവർ കൂട്ടാനാണ് പരിപാടി. എന്ന് കരുതി ആഹ്ലാദിക്കേണ്ടതില്ല. സ്ഥാനാർത്ഥി മോഹങ്ങളൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായി പാർട്ടി ഉണ്ടാക്കാനായി മാറി നിൽക്കണം. മുകുൾ വാസ്നിക് അവതരിപ്പിച്ച പദ്ധതി കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകുമോ എന്ന് കണ്ടറിയണം. എന്തായാലും എന്താണ് കോൺഗ്രസിനകത്തെ പുതിയ ഭരണ പരിഷ്കരണ പദ്ധതികൾ എന്ന് വിശദമായി നോക്കുകയാണ് ന്യൂസ് ഡീകോഡ്. കോൺഗ്രസിൽ ഭരണ പരിഷ്കാരം DCCകളെ ശക്തിപ്പെടുത്തും എന്നുവെച്ചാൽ കോൺഗ്രസ് അടുത്ത വരാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കം, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജില്ലാ കമ്മിറ്റികളെ പൂർണ്ണമായും ശക്തിപ്പെടുത്താനുള്ള ഒരു ആലോചനയിലേക്ക് ഹൈക്കമാൻഡും കേന്ദ്ര നേതൃത്വവും വരുന്നു. അവിടെയാണ് രാജ്യത്താകമാനമുള്ള ജില്ലാ കമ്മിറ്റികൾ ഒരു 60% നിർജീവമായി കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നത്. ആ ജില്ലാ കമ്മിറ്റികൾക്ക് കുറെ കൂടി അധികാരം നൽകിക്കൊണ്ട്, വിപുലമായ അധികാരം നൽകിക്കൊണ്ട്, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്താൻ വേണ്ടി ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതി നിയോഗിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണ പരിഷ്കരണ പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. മുകുൾ വാസ്നിക് സമർപ്പിച്ച റിപ്പോർട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ AICC പ്രവർത്തക സമിതി അംഗം മുതിർന്ന നേതാവ് മുകുൾ വാസ്നിക്കിനായിരുന്നു ഇത് പഠിച്ചു റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള ചുമതല നൽകിയത്. സമയമെടുത്തുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ ഒരു പഠനം നടത്തിക്കൊണ്ട് ഈ DCCകളെ എങ്ങനെ കൂടുതൽ അധികാരം നൽകിക്കൊണ്ട്, വിപുലമായ അധികാരം നൽകിക്കൊണ്ട് അവരെ കുറെ കൂടി ശക്തിപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു ആലോചന, അതിൽ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതിപ്പോൾ ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുന്നു മുകുൾ വാസ്നിക്. ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. അതനുസരിച്ച് DCC അധ്യക്ഷന്മാർ ആദ്യത്തെ 3 വർഷം മത്സരിക്കരുത്. DCC അധ്യക്ഷന്മാർക്ക് നിലവിൽ കോൺഗ്രസ് നൽകുന്ന കാലപരിധി എന്നുള്ളത് 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് ഒരു DCC പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ആ DCC പ്രസിഡന്റ് ഇനി മുതൽ ആദ്യത്തെ 3 വർഷം മത്സര രംഗത്ത് ഉണ്ടാവരുത് എന്നുള്ളതാണ് പുതിയ ചട്ടം. ആദ്യത്തെ 3 വർഷത്തേക്ക് ഒരു മത്സര വിലക്ക് അവർക്ക് പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ 3 വർഷം കൃത്യമായി പാർട്ടിയെ ചിട്ടപ്പെടുത്തിയെടുക്കുക, പാർട്ടി സംവിധാനങ്ങളില്ലാത്ത, പാർട്ടിക്ക് വളക്കൂറില്ലാത്ത മണ്ണിൽ പാർട്ടി ഉണ്ടാക്കിയെടുക്കുക, കൂടുതൽ പ്രവർത്തകരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക, പാർട്ടിക്ക് ഊർജവും പാർട്ടിയുടെ കരുത്തും സമാഹരിക്കുക എന്നതൊക്കെയാണ് DCC പ്രസിഡന്റുമാരുടെ ദൗത്യം. അതുകൊണ്ട് അവർ മത്സര രംഗത്ത് നിന്ന് ആദ്യത്തെ 3 വർഷം പൂർണ്ണമായി മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ മുകുൾ വാസ്നിക്കിന്റെ റിപ്പോർട്ട്. രാജ്യസഭയിലേക്ക് മുൻഗണന, അങ്ങനെ 3 വർഷത്തേക്ക് മത്സരരംഗത്തേക്ക് നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ഒരു നിരാശയോ അല്ലെങ്കിൽ ഒരു അതൃപ്തിയോ ഒക്കെ ഉണ്ടാകാം. അത് പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങൾ കൂടി മുകുൾ വാസ്നിക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ രാജ്യസഭയിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് അവർക്ക് മുൻഗണന നൽകണം. രാജ്യസഭയിലേക്ക് ഒഴിവരുന്ന സീറ്റുകളിൽ ഈ DCC അധ്യക്ഷന്മാർക്ക് മുൻഗണന നൽകിക്കൊണ്ട് രാജ്യസഭാ MP-മാരാക്കുക എന്നുള്ളതാണ്. ഒപ്പം ഈ ഭരണത്തിൽ അപ്പോൾ ഏതെങ്കിലും സംസ്ഥാനത്ത്, ഇപ്പോൾ തെലങ്കാന, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും നിശ്ചിത ബോർഡുകളിൽ അംഗങ്ങളാകുന്നതിന് വിലക്കില്ല. MLA-മാരാകുന്നതിനും മത്സരിച്ച് ഒരു ജനപ്രതിനിധിയാകുന്നതിനുള്ള വിലക്ക് മാത്രമേ ഉള്ളൂ. ബോർഡ് അംഗത്വം, കോർപ്പറേഷൻ അംഗത്വം, ഇത്തരം അംഗത്വങ്ങൾക്കൊന്നും വിലക്കില്ല എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് മുകുൾ വാസ്നിക്കിന്റെ റിപ്പോർട്ട്. DCCയെ ഹൈക്കമാൻഡാണ് നിലവിൽ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ DCC അധ്യക്ഷന്മാരെയും ഇപ്പോൾ 3.5 വർഷം കഴിയുന്നു. കേരളത്തിലെ മുഴുവൻ DCC അധ്യക്ഷന്മാരും ചുമതല ഏറ്റെടുത്തിട്ട് അവരെയൊക്കെ നിശ്ചയിച്ചത് ഹൈക്കമാൻഡാണ്. അപ്പോൾ ആ രീതി മാറിക്കൊണ്ട് DCC ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട എന്ന് പറയുകയാണ് മുകുൾ വാസ്നിക്കിന്റെ ഈ റിപ്പോർട്ട്. പകരം ജില്ലയിൽ അതിനായി ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം. ആ സമിതിയിൽ PCC അംഗം, PCC നിയോഗിക്കുന്ന ഒരംഗം ആ കമ്മിറ്റിയിൽ ഉണ്ടാകണം. ജില്ലയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ അവരെയും ജില്ലാ നേതൃത്വം കൂടി തീരുമാനിക്കണം. അങ്ങനെ ആ ജില്ലയിൽ പ്രത്യേകം രൂപീകരിക്കപ്പെട്ട സമിതി ചേർന്നാണ് ഈ PCCയുടെ പ്രതിനിധി കൂടി ഒരു സാന്നിധ്യത്തിലാണ് ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ DCC അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കേണ്ട പൂർണ്ണമായ അവകാശവും ചുമതലയും അത് ജില്ലാ നേതൃത്വങ്ങൾക്ക് തന്നെ വിട്ടു നൽകുകയാണ്, അല്ലെങ്കിൽ PCCക്ക് പൂർണ്ണമായും വിട്ടു നൽകുകയാണ് ഹൈക്കമാൻഡ്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് നിലവിൽ മുകുൾ വാസ്നിക് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കിയിരിപ്പുണ്ട്. മുകുൾ വാസ്നിക് സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ്, ശുപാർശകളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്.
അന്തിമ തീരുമാനമെടുക്കുക AICC സമ്മേളനമാണ്. അഹമ്മദാബാദിൽ പ്രത്യേക AICC സമ്മേളനം നടക്കാൻ പോകുന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് മുകുൾ വാസ്നിക് പഠിച്ച് സമർപ്പിച്ച ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അംഗീകരിക്കേണ്ടത്, പാസ്സാക്കേണ്ടത്. എന്തായാലും വരാനിരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുള്ള ഒരുക്കവും എല്ലാം അജണ്ടയാക്കിക്കൊണ്ടാണ് അഹമ്മദാബാദിൽ പഴയ പ്രതാപം മാത്രം ബാക്കിയായ ഗുജറാത്തിന്റെ തലസ്ഥാനമായ അഹമ്മദാബാദിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു പ്രത്യേക AICC സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഈ മുകുൾ വാസ്നിക്കിന്റെ റിപ്പോർട്ട് അംഗീകരിക്കേണ്ടതുണ്ടോ, പാസ്സാക്കി എടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചകൾ ഉണ്ടാവുന്നതും പാസ്സാക്കിയെടുക്കുന്നതും. നാളെ മുതൽ DCC അധ്യക്ഷന്മാരുടെ യോഗം ഡൽഹിയിൽ നടക്കാൻ പോകുന്നു. കേരളത്തിലെ 14 DCC അധ്യക്ഷന്മാരും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അഹമ്മദാബാദിലെ പ്രത്യേക AICC സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ DCC അധ്യക്ഷന്മാർക്കുള്ള പുതിയ ദൗത്യങ്ങളും പുതിയ ചുമതലകളും ഒക്കെ ഹൈക്കമാൻഡ് പ്രത്യേകമായി നാളെ കൈമാറുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ പ്രിയങ്കയ്ക്ക് ചുമതല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരിഷ്കാരങ്ങളൊക്കെ കൊള്ളാം, ഇതെങ്ങനെ നടപ്പാക്കും, ആരംഗീകരിക്കും, കോൺഗ്രസിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എത്ര കണ്ട് ഇത് പ്രാവർത്തികമാകും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് കുറെ കൂടി നല്ലൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് അതിന്റെ ചുമതല പ്രിയങ്ക ഗാന്ധി ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രിയങ്ക മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ, മുന്നിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ, പ്രായോഗികമാകാൻ പ്രിയങ്ക മുന്നിൽ നിന്ന് അതിന്റെ ടേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായും വലിയ എതിർപ്പുകൾ വരില്ല എന്നൊരു വിശ്വാസം ഹൈക്കമാൻഡിനുണ്ട്. അങ്ങനെ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഇത് നടപ്പാക്കട്ടെ എന്നാണ് മുകുൾ വാസ്നിക്കിന്റെ ശുപാർശയും നിർദ്ദേശവും. അത് എത്ര കണ്ട് പ്രാവർത്തികമാകും, ആ ഒരു ശ്രമങ്ങളിലൂടെ, ഭരണ പരിഷ്കരണങ്ങളിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്ന ഒരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവുകയാണ്. എന്തായാലും അഹമ്മദാബാദിൽ ICC സമ്മേളനത്തിൽ വെച്ചായിരിക്കും മുകുൾ വാസ്നിക്കിന്റെ റിപ്പോർട്ട് അംഗീകരിക്കാൻ പോകുന്നതും പാസ്സാക്കാൻ പോകുന്നതും.